ഫിക്സ് യുവർ എൻഡ് റിസൾട്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഈ വീഡിയോസ് കാണുന്ന സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പാരൻസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം. കാരണം എന്താ അറിയോ, നമ്മുടെ കോഴ്സുകളൊക്കെ തീരാറായി. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങാൻ പോവാണ്. ഈ വെക്കേഷൻ കഴിഞ്ഞാൽ പുതിയ കോഴ്സുകൾ എന്ത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോകാൻ ബഹളത്തിലാണ്. അപ്പം അവർക്കുള്ളതാണ് ഫിക്സ് യുവർ എൻഡ് റിസൾട്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു കരിയർ ജേണിയിൽ ഏറ്റവും അവസാനം എവിടെ എത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണം തൊട്ടടുത്തുള്ള കോഴ്സ് എടുക്കാനായിട്ട്. നമുക്കൊരു ചെറിയൊരു ഒരു എക്സസൈസ് ചെയ്ത് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇത് തൃശ്ശൂർ ടൗണിലാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനിലൂടെ എത്തിയിരിക്കാം. ഇങ്ങോട്ട് ആണ് വരുന്നത് എന്ന് ഞാൻ വീട്ടിലിരുന്ന് തീരുമാനിച്ചപ്പോഴാണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നുള്ള ആദ്യത്തെ തീരുമാനം എടുത്തത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ ലെഫ്റ്റായിരുന്നു എനിക്ക് ആദ്യം എടുക്കേണ്ടിയിരുന്നത്. അതെടുത്തപ്പോൾ ഞാൻ ചൂണ്ടൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ അവിടെ നിന്ന് വീണ്ടും ഈ ചോദ്യം വന്നു, ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ. ഞാൻ അവിടെ നിന്ന് റൈറ്റ് എടുത്തു. റൈറ്റ് എടുത്തപ്പോൾ നേരെ പൂങ്ങുന്നത് എത്തിയപ്പോൾ വീണ്ടും 4 വഴി, നേരെയും പോവാം ലെഫ്റ്റും പോവാം റൈറ്റും പോവാം. ഇങ്ങനെ ഓരോ ജംഗ്ഷനുകളിലും ഞാൻ എടുത്ത തീരുമാനങ്ങൾ കൃത്യമായതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഈ ഷൂട്ടിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നത്. ഇനി കരിയറിലേക്ക് വന്നു നോക്കിയാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി അപ്പം തന്നെ ചിന്തിക്കുന്നത് ഇനി +2 ഏതെടുക്കാം എന്നുള്ളതാണ്. +2 സയൻസ് വേണോ, അല്ലെ ഹ്യൂമാനിറ്റീസ് വേണോ, കൊമേഴ്സ് വേണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു വലിയൊരു ബുദ്ധിരാക്ഷസൻ ബന്ധു ഉണ്ടാവും. പണ്ട് ബോംബെയിലേക്ക് നാട് വിട്ടുപോയി കാശുകാരനായിട്ട് വന്ന ഒരു ഗംഭീര കസിൻ, അല്ലേ? അയാളുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. അപ്പോൾ അയാൾ പറയും സയൻസ് എടുത്താൽ മതി, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്താൽ മതി, ഏതെങ്കിലും ഒരു ഉത്തരം പറയും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇത് ഉറപ്പിക്കും. പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോഴും എൻ്റെ റിസൾട്ട് തീരുമാനിച്ചില്ല. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് എന്ത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളതിന് ഒരുപാട് ലിമിറ്റേഷൻസ് വരും. കാരണം ഈ പ്രീ ഡിഗ്രിക്ക് അല്ലെങ്കിൽ +2 എടുത്തതിൽ നിന്നല്ലേ ഇനി നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമ്മൾ ഇതിങ്ങനെ നാരോ ആയിട്ട് വരും. നമ്മുടെ ചാൻസുകളെ നാരോ ആക്കി കൊണ്ടുവരിക ചെയ്യും. അപ്പം എൻ്റെ റിക്വസ്റ്റ് ഇതാണ് മക്കളെ, നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് പ്രൊഫഷനിലോട്ടാണ് ആവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പൈലറ്റ് ആവാനാണോ ആഗ്രഹിക്കുന്നത്, എഞ്ചിനീയർ ആവാനാണോ ആഗ്രഹിക്കുന്നത്, ഡോക്ടർ ആവാനാണോ ആഗ്രഹിക്കുന്നത്, വക്കീലാവാനാണോ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളുടെ എൻഡ് റിസൾട്ട്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രൊഫഷൻ ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിപ്പോൾ അതിനകത്ത് ഒരു കോംപ്രമൈസ് ഉണ്ടാവാം. തൊട്ടടുത്ത കോഴ്സൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അത് ഈ എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിയാതെ നമ്മൾ എങ്ങനെയാണ് അടുത്ത കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്? അപ്പം ദയവ് ചെയ്ത് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ലൈഫ്, ഇത് നിങ്ങളുടെ ജീവിതമാണ്, നിലപാടുണ്ടാവണം, അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇപ്പോഴത്തെ ചിന്ത. അപ്പം നിങ്ങൾ എന്ത് പ്രൊഫഷനാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പം തന്നെ എന്നിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. താങ്ക് യു.